കേരളത്തിലെ റിയൽ കണ്ടന്റ് മേക്കിംഗ് കിങ്. നമ്മള് ഏകദേശം ഇത്ര പൊന്തിയിട്ടുണ്ട്. ഇനിയും പൊന്തും നമ്മള്. എവിടെ യെസ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ M4 ടെക്കിനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ഈ കമൻറ്റൊക്കെ വന്നപ്പോൾ തോന്നുന്നത് M4 ടെക്കിനെ നമ്മൾ എന്ത് റിയാക്ട് ചെയ്യാനാണ്. ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് യൂട്യൂബേഴ്സ് ഇൻ കേരള. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ എല്ലാ വീഡിയോസും ഒന്നിനൊന്നിനും മെച്ചം. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് റിയാക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും കമൻറ്റ് വന്നതും കൊണ്ട് തന്നെ 2, 3, 4 കമൻറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ M4 ടെക്കിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സമയം വെച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ M4 ടെക്കിൻ്റെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് M4 ടെക്ക് 1.3 crore സബ്സ്ക്രൈബേഴ്സ്, 10.3 സബ്ബാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ കാണാം. 10.3 സബ്ബുണ്ട്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ കരിവാണ പൊങ്കാല അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ പോപ്പുലർ വീഡിയോ നമ്മൾ നോക്കുവാണെങ്കിൽ ഓറിയോ, ഹോം മെയ്ഡ് ഓറിയോ കേക്ക്. ഓൾഡസ്റ്റ് വീഡിയോ നോക്കുവാണെങ്കിൽ 7 വർഷം മുമ്പാണ്. അപ്പോൾ 2017 M4 ടെക്ക് കുറച്ചുകൂടെ നേരത്തെയാണ് യൂട്യൂബിലോട്ട് വന്നത്. പക്ഷേ ആദ്യത്തെ വീഡിയോ 7 വർഷം മുമ്പാണെങ്കിലും രണ്ടാമത്തെ വീഡിയോ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇട്ടത്. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ ബെസ്റ്റ് കോയിൻ മാജിക് ട്രിക്സ് റിവീൽഡ് മലയാളം, അതാണ് ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലർ വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ. ഓൾഡസ്റ്റ് വീഡിയോ നമ്മൾ നോക്കുന്നില്ല, മിക്കവരും കണ്ടതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ M4 ടെക്കിനെ അധികം ഒന്നും റിയാക്ട് ചെയ്യാനില്ല. എന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. വേറെ എക്സ്ട്രാ ഓൺലി വേറെ ലെവലായിട്ടുള്ള കണ്ടൻറ്റ് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ വെച്ചിട്ട് അതിലോട്ട് റിയാക്ഷൻ കൊടുക്കാം. എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, നമുക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. എന്താണെന്ന് ഞാൻ കുറച്ച് അടുത്ത വീഡിയോയിൽ വല്ലതും പറയാം. എന്തെങ്കിലും ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. സോ നമുക്ക് കൂടുതൽ സമയം വെച്ചാൽ നമുക്ക് പോപ്പുലർ വീഡിയോ ഇട്ട് പോകും. അപ്പോൾ പോപ്പുലർ വീഡിയോ വെച്ചിട്ടുണ്ട് M4 ടെക്. സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്. എന്തുമാത്രം ഓറിയോ ബിസ്ക്കറ്റ്? നമ്മളെ കടയിൽ പോയിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 30 പാക്കറ്റ് ഉണ്ട്. ഇത്ര നമുക്ക് ആവശ്യമില്ല, കുറച്ചധികം വാങ്ങിയതാണ്. കേക്ക് പണിയിലേക്ക് നമുക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ്. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സി വെച്ചാണ് പൊടിക്കുന്നത്. ഒരു ജാറിൽ എന്തോരം കൊള്ളുന്നറിയില്ല. കൊള്ളാവുന്നോടത്തോളം നമുക്ക് എടുത്തിടാം. നമുക്ക് ഇതുപോലത്തെ കേക്ക് വല്ലതും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. 2 പാക്കറ്റ് വെച്ച് പൊടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 2 പാക്കറ്റ് ഒറ്റ പ്രാവശ്യം ക്രഷ് ചെയ്യാം. അടിപൊളി ക്രീം ആയിരിക്കും കൊടുക്കാറില്ല. അപ്പം നമുക്ക് ആദ്യത്തെ റൗണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഗൈസ്, ഇത് കുക്കിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് വീഡിയോ വെച്ച് നോക്കാം. ഇതിലിപ്പോൾ അധികം റിയാക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചാനലിൽ പോയി തന്നെ കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ മുമ്പത്തെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് വീഡിയോ 2 വെച്ച് നോക്കാം. നമുക്ക് ആ കരിമീൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഒന്നും വെക്കുന്നില്ല. 2 എക്സ്പെരിമെൻറ്റ് വീഡിയോസ് വരെ നോക്കാം. സോ അങ്ങോട്ട് പോകാം. അപ്പോൾ M4 ടെക്കിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. ഫ്ലൈയിങ് ഹോവർ ബോർഡ് എന്ന് പറഞ്ഞ്, അല്ലേ? ഫ്ലൈയിങ് ഹോവർ ബോർഡ്. ഇത് കൊള്ളാം കേട്ടോ, നല്ല പരിപാടിയാണ്. സ്കേറ്റിംഗ് ബോർഡ് എൻ്റെ കയ്യിലും ഉണ്ട്, പക്ഷേ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഹലോ. ഒരു വെറൈറ്റി ഡ്രോൺ ആണ്. നമ്മൾ ഡ്രോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ആകാശത്തിൽ കൂടി പറക്കുന്ന ഡ്രോൺ ആണെന്നല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ റോട്ടിൽ കൂടെ പറക്കുന്ന ഡ്രോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പറയാം ഇതിനെ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തത് ക്രോസ്വിൻഡ് RC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോസ് സ്പോൺസർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു നമ്മുടെ ഡ്രോണും എയറോപ്ലെയിനും ഒക്കെ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ കുറെ അത് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പൊ നമ്മുടെ ആ ചാനലിലൊക്കെ അതായത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയത് ഇതേ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്നുകൂടി ചെയ്തത്. എളുപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കമന്റ് ചെയ്യാം. നമ്മൾ വെച്ച ആ ഒരു ടീയുടെ മുകളിൽ നമുക്ക് ചെറിയ
നമുക്ക് ലൈക്ക് ഗെയിം വെച്ചാലോ ഗൈസ് എന്ന് പറയുമ്പോൾ ഇത്ര ലൈക്ക് വന്നാൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഗെയിം എന്ന് പറയുന്നൊരു ഇത് തുടങ്ങിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് കിട്ടുവാണെങ്കിൽ, കിട്ടണമെന്ന് പോകുന്നില്ല, 100 ലൈക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. 100 ലൈക്ക് അല്ല കിട്ടാനൊന്നും പോകുന്നില്ല. 100 ലൈക്ക് കിട്ടി ഞാനിത് ട്രൈ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവിടെ ഓടിക്കുന്നു. അങ്ങനെ നമ്മൾ 4 സൈഡിലും ടീയുടെ മുകളിലായിട്ട് കുഞ്ഞു പീസ് സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾക്ക് ഒരു ടീ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 4 ടീ ആണ് എടുത്തിരിക്കുന്നത് 4 സൈഡിലേക്ക് വേണ്ടിയിട്ട്. ഈ നമ്മൾ സെറ്റ് ചെയ്യുന്ന നമ്മൾ മാറിപ്പോയി, ടീ അല്ല ക്യാപ്പാണ്. ഡ്രോൺ വെക്കുന്നത്, ഡ്രോണിന്റെ മോട്ടർ വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ബ്രഷ്ലെസ് മോട്ടർ പിന്നെ മറ്റേ ഡ്രോണിന്റെ കറങ്ങുന്ന സാധനം, അത് മോട്ടറാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ നമ്മുടെ ആ ഒരു എൻഡ് ക്യാപ്പിൽ, അതായത് നമ്മുടെ സ്റ്റോപ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അവിടെ വെച്ചു 4 മോട്ടറാണ് എടുത്തിരിക്കുന്നത് 4 സൈഡിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് നോക്കാം. ഞാനിപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നില്ല. ഇത് എത്ര മിനിറ്റാ? 11 മിനിറ്റ്. നമുക്ക് അത്ര സമയം വേസ്റ്റ് ആവും. എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. 100 ലൈക്ക് ആക്കി അത് ട്രൈ ചെയ്യും. സോ ഒരു നടക്കാത്ത എക്സ്പെരിമെൻ്റ് ആണ്. ഒരു പാക്കിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ ഒരു പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ജസ്റ്റ് ഈ മരത്തിലേക്ക് ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ ഓണാക്കാൻ പോവാണേ. നല്ല പവറാ. അപ്പൊ പവർ ഉണ്ട് അതിന്റെ മരമൊക്കെ ശരിക്കും കിടന്ന് കൈ എങ്ങാനും അതിൻ്റെ ഇടയെല്ലാം പോയാ കൈ പിന്നെ ഇങ്ങനെ ടെസ്റ്റിംഗ് തുടങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് റോഡ് ടെസ്റ്റ് നടത്താൻ പോവാണ്. അപ്പൊ നമ്മളൊരു സ്കേറ്റിംഗ് ബോർഡ് ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കയറുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പോകുന്നത്. അറിയത്തില്ല. നിങ്ങൾ 100 ലൈക്ക് എന്തായാലും ആവത്തില്ല. ഞാൻ ഇപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു എന്താണെങ്കിലും 100 ലൈക്ക് ആവത്തില്ല. ആക്കിയാൽ ഞാൻ ഉറപ്പാണ്, സത്യമാണ്, ചെയ്തിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തൊരു കാര്യം ഞാൻ 100 ലൈക്ക് ആയാലേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്നാലും വേറെ എക്സ്ട്രാ വേറെ ലെവൽ ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. സ്പീഡ് കുറച്ച് കുറവാണ്, എന്നാലും ബ്രോയുടെ ബുദ്ധി വേറെ ലെവൽ. ഞാൻ പറഞ്ഞല്ലോ, ഹീ ഈസ് ദ റിയൽ കണ്ടന്റ് മേക്കിംഗ് കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഹീ ഈസ് ദ റിയൽ ഗോട്ട് യൂട്യൂബർ ഇൻ കേരള. പൊളി. ഗൈസ്, ഈ എക്സ്പെരിമെൻറ്റ് ഞാൻ ചിലപ്പോൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. 100 ലൈക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എന്താണെങ്കിലും ആവട്ടെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചെയ്യണമെങ്കിൽ. പക്ഷെ 100 ലൈക്ക് ആവണം ഞാൻ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല. എന്താണെങ്കിലും അടുത്തൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോയിലോട്ടും പോവാം. അതും കൂടെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ പോയിന്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ M4 ഒരു ഐലൻഡ്, സ്മോൾ ഐലൻഡ് ഉണ്ടാക്കത്തില്ല, ആ ഒരു വീഡിയോ ആണ്. എന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ജൂൺ 5 എല്ലാവരും ഒരു മരം നടുന്നത് ഏകദേശം ഒരു ശീലമായിട്ട് എല്ലാവരും എടുത്തിരിക്കുന്നതാണ്. അത് കുറെ കാണാൻ എന്തോ ഭയങ്കരമായിട്ട് വണ്ണം വാങ്ങിയായിരുന്നു. അങ്ങനെ നമ്മളൊരു കുഴിയൊക്കെ എടുത്ത് നടാനായിട്ട് നിന്നപ്പോഴാണ് ഒരു വെറൈറ്റി വേണ്ടത്. നമ്മൾ സാധാ എന്നും ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കുറെ കുപ്പി കിടക്കുന്നുണ്ട്. ആ കുപ്പിയെല്ലാം നമ്മൾ പറക്കി കൂട്ടിയിട്ട് ചെറിയൊരു അതൊരു നല്ല പ്രവൃത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹീസ് ദ ഗോട്ട് യൂട്യൂബർ ഇൻ കേരള. അപ്പൊ എന്തായാലും നമ്മുടെ പണി നമ്മൾ തുടങ്ങാൻ പോകുന്നു. മരം നടാനായിട്ടുള്ള പ്ലാനുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് അത് വെച്ച് നമ്മുടെ ദ്വീപ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ പേരമരം നടാനായിട്ട് പോവാണ്. അപ്പൊ വെച്ചാൽ ഇനി നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനെ ഇത്രയും പ്ലാസ്റ്റിക് കുപ്പിയാണ് അവര് ബേസ് ആയിട്ടുള്ള സാധനം, അതായത് നമ്മൾ ഫ്ലോട്ടിംഗ് ദ്വീപാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു വല്ലാത്ത വൃത്തിയായിട്ടൊരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ കമന്റ് വരുമായിരിക്കും, കള്ളം പറയുക, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്യാറില്ല, സത്യം. അതുപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആരും ചെയ്യാതിരിക്കുക. അടച്ചു വെക്കണം, എന്നാലേ ഇതിൽ നല്ല ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. നോക്കിയേ, ഒരുപാട് കുപ്പികളുണ്ട് കേട്ടോ. ഇത് മൊത്തം നമുക്ക് സെറ്റ് ആക്കി എടുക്കാനുള്ളതാണ്. പല രീതിയിലുള്ള കുപ്പികളാണ്, പലതിനും പല അളവുകളാണ്. ഇതെല്ലാം നമ്മൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറച്ച് ഓടിച്ചു വിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ മണ്ണ് വെച്ചു, ചെടി വെച്ചു. ഇത് കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. ഇതിന്റെ Day 2 ഉണ്ട്, Day 3 എങ്ങാണ്ടൊക്കെ ഉണ്ട്. നമ്മൾക്കിപ്പോൾ ഈ വീഡിയോ കൂടെ കണ്ടിട്ട് അതിൻ്റെ ചെയ്യാം.
നമ്മളുടെ ദ്വീപിന്റെ ഫസ്റ്റത്തെ ചെറിയൊരു പണി കഴിഞ്ഞു. നമ്മളിത് മണ്ണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്ട്. അപ്പൊ നമ്മളിത് നേരെ അയ്യോ ഇപ്പൊ വെള്ളം താന്നു അയ്യോ ചാടി എങ്ങാനും അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വെള്ളത്തിൽ കിടക്കും. അപ്പൊ നമ്മുടെ കയറും ആ കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ കുപ്പികളും ഇത് ബ്രോയും ആ ചെടിയും മണ്ണും അങ്ങനെ നമ്മുടെ ദ്വീപ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മളത് ക്ലീൻ ആക്കി അത് ഡബിൾ ആയിട്ട് അത് വീണ്ടും കുറച്ചുകൂടെ വൃത്തികളാവും. സോ നമ്മൾ ബ്രോ അത്രയും കെയർഫുൾ ആയിട്ടാണ് അത് എല്ലാം ഓരോ സ്റ്റെപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അടിപൊളി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ കുറച്ചുകൂടെ ഇപ്പം എത്ര മണിക്കൂറിൻ്റെയോ ദിവസത്തിൻ്റെ കഷ്ടപ്പാടായിരിക്കണം ഈ ഒരു ചെറിയൊരു ഐലൻഡ് തന്നെ ഇത്രയും ഒരു ഇത് എന്നെ കൊണ്ട് എന്തായാലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ അധികം കുക്കുകൾ പോലും ഇല്ല. കുക്കുകൾ കാണും പക്ഷെ ഇത്രയൊന്നും കാണത്തില്ല. അതുപോലെ എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ പ്രായവും നിങ്ങൾ നോക്കണം. എനിക്കിതൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്താലും എന്നെ കൊണ്ട് പറ്റൂല. ഇതിപ്പോ വെള്ളം കുറവുള്ള സ്ഥലത്ത് നമ്മൾ വെള്ളം നല്ല കൂടുതൽ ബ്രോയുടെ ഓരോ വീഡിയോയും ബ്രോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത്. സോ വി വോണ്ട് ടു അപ്രിഷിയേറ്റ്. വേറെ ഏത് പേര് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും? വെറുതെ അല്ലല്ല 10 മില്യൺ സബ് കിട്ടിയേ. എന്താണെങ്കിലും നമ്മളുടെ എന്ത് എടുത്തിട്ടുള്ളൂ. ബ്രോയുടെ ഓരോ വീഡിയോസും ഒന്നിനൊന്ന് മെച്ചമാണ്. എനിക്കിതിൽ കൂടുതൽ റിയാക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും M4Tech എന്ന് പറയുന്ന ചാനൽ എന്തുമാത്രം ഗോട്ട് ചാനലാണ്. അപ്പോൾ എന്താണെങ്കിലും എന്ത് വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തു. വേറെ ലെവൽ എക്സ്ട്രാ ഓർഡിനറി മൈൻഡ് ബ്ലോയിങ് ഐഡിയാസ് കണ്ടൻറ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ 100 ലൈക്ക് കിട്ടിയാൽ ഞാൻ മുമ്പേ കാണിച്ച എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്യാം. 100 ലൈക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. 100 ലൈക്ക് കിട്ടിയാൽ ഞാൻ കഷ്ടപ്പെടണം. എന്താണെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ എന്ത് വിധത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ബൈ. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ. എൻ്റെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം എന്താണെന്ന്. അപ്പം ബൈ ബൈ. നിങ്ങൾക്ക് അർജുനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കാണുമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോ. അതും വേറെ ലെവൽ എക്സ്ട്രാ ഓർഡിനറി മൈൻഡ് ബ്ലോയിങ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തോ. അർജുൻ്റെ റിയാക്ഷൻ വീഡിയോ കാണാം.